ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. സത്യം പറയുക. ചില സത്യങ്ങൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് വേദനകൾ സമ്മാനിച്ചേക്കാം. പക്ഷേ ആ സ്ഥാനത്ത് നാം നുണയാണ് പറയുന്നതെങ്കിൽ എക്കാലവും അത് നമ്മെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. തന്നെ മുറിവേൽപ്പിക്കുവാൻ നുണയേക്കാൾ വലിയ ആയുധമില്ല എന്നതാണ് സത്യം. മറ്റൊരാൾ അതിനെക്കുറിച്ചുള്ള സത്യം പറയുന്നതുവരെ മാത്രമേ നുണകൾക്ക് ആയുസ്സുള്ളൂ എന്ന് തിരിച്ചറിയണം. അത് ജീവിതാവസാനം വരെ നമുക്കുണ്ടാക്കി തീർക്കുന്ന മാനസിക വൈകല്യം വളരെ വലുതാണ്. നമ്മുടെ തന്നെ സൃഷ്ടിയുടെ ഫലമാണ് ഈ സത്യവും നുണയുമൊക്കെ. ഒരു നുണ പറയുന്നതിന് ഓർമ്മശക്തി ആവശ്യമാണ്. എന്നാൽ സത്യം പറയുന്നതിന് അത് ഓർക്കേണ്ട ആവശ്യമില്ല. സത്യം നമ്മെ എപ്പോഴും സ്വതന്ത്രനാക്കി വിടുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ പറഞ്ഞ നുണയും നിലനിൽക്കും. അതിൻ്റെ ഭവിഷ്യത്തും വേദനയും അവൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ പിന്നെ കളവ് പറഞ്ഞ് ജയിക്കുന്നതിനേക്കാൾ സത്യം പറഞ്ഞ് തോൽക്കുന്നതായിരിക്കില്ലേ നല്ലത്? ഒരു കാര്യം നമുക്ക് അതിൻ്റെ കൃത്യത മനസ്സിലാക്കണമെങ്കിൽ 3 തവണ ആവർത്തിക്കേണ്ടതുണ്ട്. ശ്രീബുദ്ധൻ തൻ്റെ ഓരോ സൂചനകളും 3 തവണ ആവർത്തിക്കുന്നതായി കാണാം. ഒരിക്കൽ തൻ്റെ പ്രധാന ശിഷ്യൻ ശ്രീബുദ്ധനോട് ചോദിച്ചു, ഗുരു, താങ്കൾ എന്തിനാണ് ഓരോ കാര്യവും ഇങ്ങനെ 3 തവണ പറയുന്നത്? ശിഷ്യനോട് ശ്രീബുദ്ധൻ പറഞ്ഞു, ആദ്യ തവണ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കെൻ്റെ വാക്കുകൾ കേൾക്കാൻ മാത്രമേ കഴിയൂ. അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ 2ാമത് തവണയും ഞാനത് പറയുമ്പോൾ എൻ്റെ വാക്കുകളോടൊപ്പം അതിൻ്റെ ഉള്ളടക്കം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതൊന്നുകൂടി ആവർത്തിച്ച് 3ാമത് തവണയും ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള സാവകാശം നിങ്ങൾക്ക് ലഭിക്കുകയും അതോടൊപ്പം നിങ്ങളിൽ പലരും അത് ഹൃദിഷ്ടമാക്കുവാനും സാധ്യമാകുമെന്ന് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ കൃത്യമായ രീതി മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 3 തവണ എങ്കിലും ആവർത്തിച്ചു പഠിക്കുവാനോ വായിക്കുവാനോ കേൾക്കുവാനോ നാം ശ്രമിക്കണം.